കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ഷാഹിദ് കബീർ തിരക്കഥ എഴുതി കിരൺ ദാസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഉന്മാദം. ഷാഹിദ് കബീറിന്റെ കഥാപാത്രങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. എല്ലാവരും ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ജോസഫ്, ഇലവീഴ പോഞ്ചിറ, ഓഫീസർ ഓൺ ഡ്യൂട്ടി, നായാട്ട്, റോന്ത്, എല്ലാത്തിലും പ്രധാന കഥാപാത്രങ്ങളെല്ലാം ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. എല്ലാ കഥാപാത്രങ്ങളും തന്നെ പോലീസുകാരാണ്. ഇതിലും പ്രധാന കഥാപാത്രം ഒരു പോലീസുകാരനാണ്. അയാൾക്കും കുറച്ച് മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു പോലീസുകാരനാണ്. പുള്ളിക്ക് ജോലിയേക്കാൾ താല്പര്യം സിനിമയാണ്. അപ്പോൾ സിനിമയുടെ പറയാൻ തന്നെ ജോലിയൊന്നും ശ്രദ്ധിക്കാത്തതിൻ്റെ പുറത്ത് ജോലി എന്നുള്ള പ്രഷറുണ്ട്, ഫാമിലി എന്നുള്ള പ്രഷറുണ്ട്. അപ്പോൾ ആ സമയത്ത് പുള്ളിയുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ, ആ സംഭവങ്ങൾ പുള്ളിയുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്നു, പുള്ളിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുന്നു. ആ ഒരു പ്ലോട്ടാണ് ഷാഹിദ് കബീർ ചെയ്തു വെച്ചിരിക്കുന്നത്. കുറച്ച് സൈക്കോളജിക്കൽ എലമെന്റ്സ് ഒക്കെ ഉള്ള, കുറച്ച് ത്രില്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റ്. ഉന്മാദം എന്നാണ് സിനിമയുടെ പേര്. ആ പേര് പോലെ തന്നെ ആ ഒരു മൂഡാണ് സിനിമയ്ക്ക് പിടിച്ചിരിക്കുന്നത്. കഥാപാത്രം സഞ്ചരിക്കുന്ന രീതിയും കഥ പറച്ചിലുമെല്ലാം ആ ഒരു മൂഡിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയി. നമുക്ക് പെട്ടെന്ന് ഇന്നാൻ പറ്റി. ഈ സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ ആദ്യം പറഞ്ഞു വന്ന രീതികളല്ലാത്ത രീതിയിൽ പെട്ടെന്ന് സിനിമയ്ക്ക് ഒരു പേസ് മാറുകയും വേറൊരു രീതിയിലേക്ക് കഥയും കഥാപാത്രങ്ങളും മാറിപ്പോയതും എത്രത്തോളം പ്രേക്ഷകനെ എന്റർടൈൻ ചെയ്യിക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സിനിമയുടെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. കുഞ്ചാക്കോ ബോബനാണ് ഇന്നത്തെ പ്രധാന കഥാപാത്രമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത്. പുള്ളിയുടെ ഓരോ സമയത്തും ഈ കഥാപാത്രത്തിന് ഓരോ സമയത്തും ഇങ്ങനെ കുറച്ച് മാനസിക പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ പുള്ളിയുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അതിമനോഹരമായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അവസാന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഈ കഥാപാത്രത്തിന്റെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ ഉണ്ടല്ലോ ഞെട്ടിച്ചു കളഞ്ഞു. പിന്നെ ലിജോ മോളാണ് ഭാര്യ കഥാപാത്രമായിട്ട് വന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിക്കാരുടെ ഡബിങ് ആണെങ്കിൽ ശരി, പുള്ളിയുടെ ആക്ടിങ് ഒക്കെ ഉണ്ട്, ഭയങ്കര നാച്ചുറാലിറ്റിയാണ്. പിന്നെ മെയിൻ ഒരു കഥാപാത്രമായിട്ട് നമ്മുടെ പല്ലി വരുന്നുണ്ട്. പല്ലി ചുമ്മാ ആദ്യം നമ്മൾ ഒരിക്കലും ചുമ്മാ കാണിക്കുവാണെന്ന്, പക്ഷെ അതിനും ഒരു പരിപാടിയൊക്കെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണാം. ഓക്കെ.